നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്ന സമയത്ത് ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യ നടത്തി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആർക്കും തന്നെ നമുക്ക് തിരിച്ചടി നമ്മൾ കൊടുത്തു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ വിഷ്വൽസോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം അതല്ല, നമുക്ക് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ആക്രമിച്ചതിന് നമ്മൾ തിരിച്ചടി കൊടുത്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം നമുക്ക് അതിന്റെ വിഷ്വൽസും അതിന്റെ വീഡിയോസും എല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആർമി തന്നെ കുറെ സാധനങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ യെസ് വി ഡൺ സംതിങ്, നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മൾ അവരെ തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ അത് തീർക്കുന്ന രീതിയിൽ നമുക്ക് ആ വിഷ്വൽസും കൂടെ കണ്ടു എന്നുള്ളത് ചിലപ്പം ഇതൊരു ബാർബറിക് തോട്ടാവാം ഇങ്ങനെ വരുന്നത്. പക്ഷേ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്നസെന്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ പൗരന്മാരെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കോമൺ ആയിട്ട് മിലിറ്ററി കോമ്പാക്ട് ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇത്ര അധികം ഫീലിംഗ് നമുക്ക് ചിലപ്പം ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ ഇത് ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ, അതായത് ഈ നാട്ടിലെ ഒന്നും അറിയാത്ത പൗരന്മാരെ, വെറും ഉല്ലാസത്തിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയിട്ടുള്ള നമ്മുടെ പൗരന്മാരെയാണ് അവർ അറ്റാക്ക് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മീഡിയ അത് ആ ഒരു മറുപടി അതിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് ഇന്ന് രാവിലെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇനി ഇത് തല പൊക്കാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ടെററിസത്തിനെയും പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഇനി മോള പൊട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്.